Dear students, welcome to physics class. ഇന്ന് നമുക്ക് ട്രാൻസ്ഫോമറുമായി ബന്ധപ്പെട്ട ഗണിത പ്രശ്നങ്ങൾ നിർദ്ധാരണം ചെയ്യാം. ചോദ്യം ശ്രദ്ധിക്കുക. പ്രൈമറി ചുറ്റുകളുടെ എണ്ണം 500, പ്രൈമറി വോൾട്ടത 10 വോൾട്ട്, സെക്കൻഡറി ചുറ്റുകളുടെ എണ്ണം 2500 എങ്കിൽ സെക്കൻഡറി വോൾട്ടത കണ്ടെത്തുക. ശ്രദ്ധിക്കുക. പ്രൈമറി ചുറ്റുകളുടെ എണ്ണം 500, NP = 500, പ്രൈമറി വോൾട്ടത 10 വോൾട്ട്, VP = 10 വോൾട്ട്, സെക്കൻഡറി ചുറ്റുകളുടെ എണ്ണം 2500, NS = 2500. ഇവിടെ നമുക്ക് കണ്ടെത്തേണ്ടത് സെക്കൻഡറി വോൾട്ടത VS ആണ്. സമവാക്യം VS/VP = NS/NP. ഇതിൽ നിന്നും VS കണ്ടുപിടിക്കാനുള്ള സമവാക്യം VS = VP/NS/NP. തന്നിരിക്കുന്ന വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 10 × 2500/500, 0 ക്യാൻസലായാൽ പിന്നെ വരുന്നത് 10 × 25/5. 25-ൽ 5 5 പ്രാവശ്യം. അപ്പോൾ ആൻസർ വരുന്നത് എന്താണ്? 10 × 5 = 50 വോൾട്ട്. സെക്കൻഡറി വോൾട്ടത 50 വോൾട്ട്. അപ്പോൾ മനസ്സിലായല്ലോ. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. പ്രൈമറി ചുറ്റുകളുടെ എണ്ണം 600, സെക്കൻഡറി വോൾട്ടത 120 വോൾട്ട്, സെക്കൻഡറി ചുറ്റുകളുടെ എണ്ണം 1800 എങ്കിൽ പ്രൈമറി വോൾട്ടത കണ്ടെത്തുക. തന്നിരിക്കുന്ന കാര്യങ്ങൾ: പ്രൈമറി ചുറ്റുകളുടെ എണ്ണം 600, അതായത് NP = 600, സെക്കൻഡറി വോൾട്ടത 120 വോൾട്ട്, അതായത് VS = 120 വോൾട്ട്, സെക്കൻഡറി ചുറ്റുകൾ 1800, NS = 1800. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് പ്രൈമറി വോൾട്ടത VP. സമവാക്യം VS/VP = NS/NP. VP കണ്ടെത്താൻ VP = VS/NP/NS. തന്നിരിക്കുന്ന കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 120 × 600/1800. 1800-ലെ 2 0, 600-ലെ 2 0 ക്യാൻസലായാൽ 120 × 6/18. ഇനി 6 18-ൽ 3 പ്രാവശ്യം, 3 120-ൽ 4 പ്രാവശ്യം, 3 12-ൽ 4 പ്രാവശ്യം, 3 120-ൽ 40 പ്രാവശ്യം, അതായത് VP = 40 വോൾട്ട്. ചോദ്യം ശ്രദ്ധിക്കുക. പ്രൈമറി ചുറ്റുകളുടെ എണ്ണം 12000, സെക്കൻഡറി വോൾട്ടത 12 വോൾട്ട്, പ്രൈമറി വോൾട്ടത 240 വോൾട്ട്, സെക്കൻഡറി ചുറ്റുകളുടെ എണ്ണം കണ്ടെത്തുക. തന്നിരിക്കുന്ന കാര്യങ്ങൾ: പ്രൈമറി ചുറ്റുകളുടെ എണ്ണം NP = 12000, സെക്കൻഡറി വോൾട്ടത VS = 12 വോൾട്ട്, പ്രൈമറി വോൾട്ടത VP = 240 വോൾട്ട്. കണ്ടുപിടിക്കേണ്ടത് സെക്കൻഡറി ചുറ്റുകളുടെ എണ്ണം NS. സമവാക്യം VS/VP = NS/NP. NS കണ്ടുപിടിക്കാൻ NS = VS/NP/VP. തന്നിരിക്കുന്ന കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 12 × 12000/240.
240 ഒരു പൂജ്യവും 12,000 ഒരു പൂജ്യവും ക്യാൻസലായാൽ ബാക്കി വരുന്നത് 12 ഗുണിക്കണം 1200/24. 12 24-ൽ 2 പ്രാവശ്യം, 2 12-ൽ 6 പ്രാവശ്യം. അപ്പോൾ 2 1200-ൽ എത്ര പ്രാവശ്യം വരും? 600 പ്രാവശ്യം. NS = 600 എന്ന് കിട്ടും. ഇവിടെ സെക്കൻഡറി ചുറ്റുകളുടെ എണ്ണം എത്ര കിട്ടി? 600. ചോദ്യം ശ്രദ്ധിക്കാം. സെക്കൻഡറി ചുറ്റുകളുടെ എണ്ണം 800. സെക്കൻഡറി വോൾട്ട് 25 വോൾട്ട്. പ്രൈമറി വോൾട്ട് 100 വോൾട്ട് എങ്കിൽ പ്രൈമറി ചുറ്റുകളുടെ എണ്ണം കണ്ടുപിടിക്കുക. സമവാക്യം VS/VP = NS/NP. പ്രൈമറി ചുറ്റുകളുടെ എണ്ണം NP = VP/NS/VS. സമവാക്യത്തിൽ തന്നിരിക്കുന്ന വിലകൾ ആരോപിച്ചാൽ 100 ഗുണിക്കണം 800/25. 25 100-ൽ 4 പ്രാവശ്യം. ഇനി 4 ഗുണിക്കണം 800. 4 32, 2 0. ഉത്തരം എന്താവും? 3200. പ്രൈമറി ചുറ്റുകളുടെ എണ്ണം 3200.